പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണാൻ ശ്രമിക്കണേ. 4ാമത്തെ പോയിന്റ്, ശരീരവും മനസ്സും ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശാരീരിക ആരോഗ്യം വളരെ പ്രധാനമാണ്. ജീവിതത്തിലെ തിരക്കുകളും പ്രശ്നങ്ങളും പലപ്പോഴും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കാറുണ്ട്. എന്നാൽ ആരോഗ്യകരമായ ശരീരവും ശാന്തമായ മനസ്സുമാണ് സന്തോഷകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മളിൽ ആർക്കൊക്കെ അറിയാം? നമ്മളിൽ എത്ര പേർ നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്? അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്? നമ്മൾ നമുക്ക് വേണ്ടിയും സമയം കണ്ടെത്തണം. സ്വന്തം ആരോഗ്യത്തിന് സമയം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് എന്തെല്ലാം വഴികളുണ്ട്? പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക. അതുപോലെ മനസ്സിൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ കൂടുതൽ സംഘർഷങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെയുള്ളവരോട് പൊട്ടിത്തെറിക്കുകയാണോ വേണ്ടത്? അല്ല. നമുക്ക് വേണ്ടി, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ വേണ്ടി നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക? അത് തന്നെ, ലിസൺ ടു മ്യൂസിക്, സംഗീതം, അത് ആസ്വദിക്കുക. ചില വരികളുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തെ, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംഘർഷങ്ങളിൽ നിന്നും തേച്ച് മായ്ച്ചു കളയാൻ പ്രത്യേകതയുള്ളവയാണ്. പക്ഷേ അതെന്ത് ചെയ്യണം? ആസ്വദിക്കണമെന്ന് മാത്രം. നമ്മുടെ മനസ്സിന് അതിയായ സംഘർഷം വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കേട്ടു നോക്കൂ. നമ്മുടെ മനസ്സിൻ്റെ ആ സംഘർഷത്തെ അലിയിച്ചു കളയാൻ സംഗീതത്തിന് സാധിക്കും. അതുപോലെ മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അനാവശ്യ ചിന്തകൾ പരമാവധി ഒഴിവാക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കുറച്ച് സമയം ചെലവഴിക്കുക. പ്രശ്നങ്ങൾ വന്നാലും തളരാതെ സ്വയം സ്നേഹിക്കാനും കരുതാനും പഠിക്കുക. കാരണം നിങ്ങളുടെ ശരീരവും മനസ്സും ആരോഗ്യവാനായിരിക്കുമ്പോഴാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ശക്തിയോടെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്ത് പ്രശ്നം വന്നാലും നമ്മൾ തളരാതെ നമുക്ക് ജയിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും റെഡിയായിരിക്കണം. അതിനാൽ സുഹൃത്തുക്കളെ, ശരീരത്തെ കരുതുക, മനസ്സിനെ ശാന്തമാക്കുക, ജീവിതത്തെ സന്തോഷകരമാക്കുക. അവിടെ ജീവിത വിജയം നമുക്കൊപ്പം തന്നെ ഉണ്ടാകും. 5ാമത്തെ പോയിന്റ്, പ്രതീക്ഷ കൈവിടരുത്. ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെയല്ല സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും നിരാശകളും നമ്മെ തേടിയെത്തും. ആ നിമിഷങ്ങളിൽ മുന്നോട്ടുള്ള വഴി കാണാതാകുന്നത് പോലെയും എല്ലാം അവസാനിച്ചുവെന്ന തോന്നലും ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, ഓരോ കൊടുങ്കാറ്റിനു ശേഷം ഒരു ശാന്തതയുണ്ട്. ഓരോ ഇരുട്ടിനു ശേഷവും ഒരു വെളിച്ചമുണ്ട്. പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അവ വിജയത്തിലേക്കുള്ള പുതിയ പാഠങ്ങളാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും പോരാട്ടവും നാളെയുടെ ശക്തിയുടെയും വിജയത്തിൻ്റെയും അടിത്തറയായേക്കാം. അതുകൊണ്ട് എത്ര കഠിനമായ സാഹചര്യമായാലും പ്രതീക്ഷയുടെ കൈ ഒരിക്കലും വിട്ടുകളയരുത്. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും ജീവിതത്തിൻ്റെ നല്ല നാളുകളിലും പ്രത്യാശ വയ്ക്കുക. ഓരോ പുതിയ ദിവസവും പുതിയ അവസരങ്ങളുമായാണ് വരുന്നത്. ഇന്നടഞ്ഞതായി തോന്നുന്ന വാതിലുകൾ നാളെ തുറക്കപ്പെട്ടേക്കാം. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നിമിഷമാണ് യഥാർത്ഥ പരാജയം. പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുന്ന ഓരോ ചുവടും വിജയത്തിലേക്കുള്ള യാത്രയാണ്. തളരരുത്, നിൽക്കരുത്, പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനിയും മുന്നിലുണ്ട്. അതിനാൽ പ്രതീക്ഷ കൈവിടാതെ ധൈര്യമായി മുന്നോട്ടു പോകൂ. വിജയം നിങ്ങൾക്കൊപ്പമുണ്ട്. 6ാമത്തെ പോയിന്റാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പ്രിയരെ, ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മെ തളർത്തുകയും മുന്നോട്ടുള്ള വഴി കാണാതെ ഇരുട്ടി നിൽക്കുന്നവരായി മാറ്റുകയും ചെയ്തിട്ടില്ലേ?
അത്തരം സമയങ്ങളിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് അറിയാമോ? ദൈവവിശ്വാസമാണ്. കണ്ണുകൾക്ക് വഴി കാണാനാകാത്തപ്പോൾ പോലും ഹൃദയത്തിന് പ്രത്യാശ നൽകുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം. പ്രതിസന്ധികൾ എത്ര വലുതായാലും പരീക്ഷണങ്ങൾ എത്ര കഠിനമായാലും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന ഉറച്ച വിശ്വാസം നമ്മെ മുന്നോട്ടേക്ക് നയിക്കുന്നു. പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ നന്മയ്ക്കായി ദൈവമൊരുക്കുന്ന വഴികളായിരിക്കാം. ദൈവവിശ്വാസം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും തളരാതെ നിൽക്കാനുള്ള ധൈര്യമാണ്. കൊടുങ്കാറ്റുകൾക്കിടയിലും പ്രത്യാശയുടെ വെളിച്ചം കാണാനുള്ള ശക്തിയാണ്. ജീവിതത്തിന്റെ ഭാരങ്ങൾ നമ്മെ മുട്ടുകുത്തിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഉയർത്തി നിർത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും വിശ്വാസം കൈവിടരുത്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. കാരണം ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ അതിലും മനോഹരമായ മറ്റൊരു വാതിൽ തുറക്കാൻ തയ്യാറെടുക്കുന്നുണ്ടാകാം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ എന്ന വ്യക്തി. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണേ. എൻ്റെ മുന്നോട്ടേക്കുള്ള ഇതുവരെയുള്ള ജീവിതയാത്രയിൽ എനിക്ക് താങ്ങായി, എനിക്ക് തണലായി, എനിക്ക് മുന്നോട്ടുള്ള വെളിച്ചം പകർന്നത് എൻ്റെ ഗുരുവായൂരപ്പനാണ്. എൻ്റെ നേർക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളെയും ഞാൻ പുഷ്പം പോലെ നേരിട്ടത് എൻ്റെ ഭഗവാൻ കൃഷ്ണനോടുള്ള എൻ്റെ വിശ്വാസമായിരുന്നു. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു എന്നെ എല്ലാത്തിൽ നിന്നും മുന്നിലേക്ക് നയിച്ചത്. അതിനാൽ എനിക്ക് 100% ഉറപ്പോടെ നിങ്ങളിലേക്ക് പകരാൻ സാധിക്കും. ദൈവവിശ്വാസം നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്, നമുക്ക് ഊർജം പകരുന്ന ഒന്നാണ്, നമ്മുടെ മുന്നോട്ടേക്കുള്ള വഴികളിൽ നമ്മളെ ശക്തരാക്കുന്ന ഒന്നാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കൂ. പ്രത്യാശ നഷ്ടപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല നാളുകൾ ഇനിയും മുന്നിലുണ്ട്. മതം ഏതുമാകട്ടെ, എല്ലാവരും അവരവരിലുള്ള വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കൂ. വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കുന്നു. പ്രാർത്ഥന നമ്മെ ശക്തരാക്കുന്നു. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. അതിനാൽ നമ്മുടെ വിജയം നമുക്കൊപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ അവയെ എങ്ങനെ നേരിടുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കുക, പ്രതീക്ഷ കൈവിടാതിരിക്കുക, ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ശരീരവും മനസ്സും ശാന്തമാക്കുക. കാരണം ഓരോ കണ്ണുനീരിനു ശേഷം ഒരു പുഞ്ചിരി കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നാളെയുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണേ. അതുകൊണ്ട് ജീവിതം എത്ര കഠിനമായാലും മുന്നോട്ട് പോവുക. സ്വയം വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നല്ല നാളുകൾ വരുമെന്ന പ്രതീക്ഷ കൈവിടരുത്. എന്തെന്നാൽ നമ്മൾ എന്താണോ അതിയായി ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ നൽകുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കുക. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. തളരരുത്, നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യായം ഇനിയും എഴുതപ്പെടാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വഴികാട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തണേ. വീണ്ടും മറ്റൊരു പ്രചോദനാത്മക വീഡിയോയുമായി കാണാം. ഇതുവരെ എന്നെ കേട്ടതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വഴികാട്ടി.